ആരാണ് ഇവരെ നിയമിച്ചത്? എത്ര കാലമായി ഇവരിവിടെ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു? പല ഉന്നതന്മാരായ ആളുകളുമായി അവർ ബന്ധം വെക്കുന്നു. അവരുടെ ഇടപെടലിലും പെരുമാറ്റത്തിലും വ്യത്യാസം കാണുന്നു. ഈ വ്യത്യാസമൊന്നും ഇതിനെ നിയന്ത്രിക്കുന്നവർക്ക് മനസ്സിലായില്ലെന്നാണോ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇതൊരു നിസ്സാര സംഭവമല്ല. സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിലെ മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരണം. ആരാണ് ഇതിന്റെ ഉള്ളിലെ ബോസ്? ആരാണ് ഇവരെ നിയന്ത്രിച്ച ബോസ്? ഈ അന്വേഷണം അത്തരം ആളുകളിലേക്ക് കൂടി എത്തിയാൽ മാത്രമേ ഇതിന്റെ അടിവേരിറക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയാണ് നമ്മുടെ പേരാമ്പ്ര മേഖലയിൽ നിന്ന് നിരവധി ആളുകളാണ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട സാഹചര്യവും നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പേരാമ്പ്രയിൽ നിന്ന് ധാരാളം ആളുകൾ ലഹരിക്കടത്ത് സംഘങ്ങളായി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ ഇവിടെ ലഹരി കടത്തു സംഘങ്ങളായി മാറുന്നു. ഈ BRCയിലെ 3 ടീച്ചർമാർ ഇന്ന് അറസ്റ്റിലായി ജയിലറയ്ക്കുള്ളിലാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു സുപ്രഭാതത്തിൽ ഒരു ടീച്ചറെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചെടുത്തതല്ല, മറിച്ച് ഈ സംഘങ്ങളുടെ നേതൃത്വത്തിൽ BRC കേന്ദ്രീകരിച്ച് വിപുലമായ ലഹരിക്കടത്ത് സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള ടീച്ചർമാരുടെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. ഇവർ കുറെ കാലങ്ങളായി ഈ കടത്തിനെ നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതൊന്നും ഇവിടെയുള്ള ആളുകൾ അറിഞ്ഞില്ലേ? എങ്ങനെയാണ് പലപ്പോഴും ലഹരി സംഘങ്ങളെ പിടിമുറുക്കുന്നത്? എങ്ങനെയാണ് ലഹരി സംഘങ്ങൾ പോലീസിന്റെ വലയിലാകുന്നത്? നിരന്തരമായ അന്വേഷണത്തിലൂടെയാണല്ലോ, പല ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. എന്നാൽ ഈ സ്ഥാപനത്തിലെ 3 ടീച്ചർമാർ പോലീസ് പിടിയിലാകുന്നത് വരെ ഇവിടെ ഈ സ്ഥാപനം നിയന്ത്രിച്ചവരാരും ഈ സംഭവം അറിഞ്ഞില്ലെന്നാണോ മറുപടി? ഞാൻ ചോദിക്കട്ടെ. പക്ഷേ അതിന്റെ കണ്ണികളായി ടീച്ചർമാർ മാറുന്നു എന്ന് പറയുമ്പോൾ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അന്വേഷണം സത്യസന്ധമായി നടക്കണം. ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരം, ഈ മാർച്ച് ഔപചാരികമായി ആ അന്വേഷണത്തിനൊടുവിൽ ഇവിടുത്തെ 3 ടീച്ചർമാർ ലഹരി ഉപയോഗിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ ലഹരി